നിനക്ക് ഞാൻ ആരാണെന്ന് അറിയുവോ? ഒരക്ഷരം നിന്റെ വായിന്ന് വീണ കൊന്നു തള്ളും ഞാൻ നിന്നെ. ഒരു കുഞ്ഞു പോലും അറിയില്ല. ഹൈദരാബാദ് എന്റെ നാട്ടുരാജ്യമാണ്. ഇവിടുത്തെ കിരീടം വയ്ക്കാത്ത രാജാവാടി ഞാൻ. ഇനി കുറ്റബോധം സത്യമറിയണമെന്നൊക്കെ പറഞ്ഞു വന്നാ നിന്നെ മാത്രമല്ല നിന്റെ അനിയനെ കൂടി കൊന്നുകളയും. നന്ദന്റെ ഉച്ചത്തിലുള്ള ആക്രോശം മാത്രമാണ് ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നത്. രാത്രി ഏറെയായിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. അയാളുടെ വീട്ടിൽ നിന്ന് അപമാനിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇറക്കിവിട്ടത്. തന്റെ ജീവൻ മാത്രമല്ല, വരുണിന്റെ ജീവിതം കൂടി അയാൾ തകർക്കും. ഓരോന്നോർക്കവേ വർഷയുടെ നെഞ്ചു പിടഞ്ഞുപോയി. ഇനി എന്തു ചെയ്യും? ആത്മഹത്യ, അതേയുള്ളൂ തന്റെ മുന്നിലിനി വഴി. വരുൺ പറക്കമുറ്റാത്ത കുഞ്ഞല്ലിപ്പോ. അവൻ തന്റെ മരണമറിയുമ്പോൾ കരയുമായിരിക്കും, പക്ഷെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അറിയുമ്പോൾ വെറുക്കും. വേറെ ആരോടും ഈ ജന്മം കടപ്പാടില്ല, ആരോടും കടം വീട്ടാനുമില്ല. ഇല്ലേ? ഒരു നിമിഷം അവളുടെ കയ്യിലിരുന്ന സാരിയുടെ തുമ്പ് ഒന്ന് വിറച്ചു. അതൊന്ന് കൈ ഉയർത്തി ഫാനിൽ കെട്ടാൻ അവൾക്ക് സാധിച്ചില്ല. നിതാര അവളോട് ചെയ്തതോ കൊടും പാപമാണ്. അവളെ രക്ഷിക്കണം. എന്തിനു വേണ്ടിയാ അവളെ താൻ കൂട്ടുചേർന്ന് ഉപദ്രവിച്ചതെന്നറിയില്ല. അത് തനിക്കും അറിയില്ല. പക്ഷെ ശത്രു ആരെന്ന് അവളോട് പറയണം. കരഞ്ഞു കാലു പിടിച്ചെങ്കിലും പറയണം അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചതല്ലെന്ന്. വർഷ പൊട്ടിക്കരഞ്ഞുപോയി, ഉറക്കെ ഉറക്കെ. തൊട്ടപ്പുറത്തെ മുറിയിൽ വരുൺ കിടപ്പുണ്ട്. അവൻ കേൾക്കാതിരിക്കാൻ അവൾ വായ പൊത്തിപ്പിടിച്ചു. എന്നിട്ടും കരച്ചിൽ ചിളുകൾ പുറത്തേക്ക് വന്നു. ചില തെറ്റുകൾ അങ്ങനെയാണ്. ചെയ്ത് കഴിഞ്ഞിട്ടാകും കുറ്റബോധം തോന്നുക. അപ്പോഴേക്കും വളരെ വൈകിയിരിക്കും. പ്രായശ്ചിത്തം ചെയ്യാൻ പോലും സാധിക്കാത്ത വിധം വൈകിയിരിക്കും. ദേവുവിന്റെ തലവേദന അധികരിച്ചു വരുന്നതേയുള്ളൂ. അവളൊരു ഗുളികയും കഴിച്ച് നേരത്തെ കിടന്നു. അവൾക്കടുത്ത് നെറ്റിഭാഗം വളരെ മൃദുലമായി തലോടിക്കൊടുത്ത് നിതാര ഇരിപ്പുണ്ട്. രാത്രി കുറച്ചധികം താമസിച്ചാണ് ദേവൻ വന്നത്. ഇന്നായിരുന്നു അവരുടെ കമ്പനിയുടെ ആദ്യ ഇവന്റ്. അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കയറി വന്നവൻ ദേവുവിനെയാണ് ആദ്യം തിരക്കിയത്. അല്ലെങ്കിൽ വിശേഷമറിയാൻ ഓടി വരുന്നതാണവൾ. ദേവുവിന് ഒട്ടും വയ്യ ദേവ്, നല്ല തലവേദനയുണ്ടെന്ന് പറഞ്ഞു കിടന്നു. ദേവനൊന്ന് മൂളി. ഞാൻ നാളെ കുറച്ച് ബിസിയാ. നാളെ ഒന്ന് ചെന്നൈ വരെ പോണം. വെളുപ്പിന് ഞാൻ പോകും. അവളോടൊന്ന് പറഞ്ഞേക്കണേ. ദേവൻ പറഞ്ഞത് കേട്ട് നിതാര സംശയത്തോടെ നെറ്റിയൊന്ന് ചൊളിച്ചു. ചെന്നൈയോ? അവിടെ എന്താ ദേവ്, ചെട്ടിയാരാണോ? താൻ ഇതുവരെ അത് വിട്ടില്ലേ? ഇതേ ഒരു വർക്കുമായിട്ടാ. വരാൻ 2 ദിവസം എടുക്കും. ദേവൻ ചിരിയോടെയാണത് പറഞ്ഞത്. സത്യം പറഞ്ഞ അപ്പോഴാണ് ദേവൻ ചെട്ടിയാരെ പറ്റി ചിന്തിച്ചത് തന്നെ. അയാൾ എവിടെയാണോ ആവോ? ജയിലിലോ അതോ പുറത്തിറങ്ങിയോ? കൂടുതലൊന്നും പറയാതെ നിതാര കഴിക്കാൻ ഫുഡ് വിളമ്പി. അന്നെന്തോ പതിവില്ലാതെ ദേവനൊപ്പം ഇരുന്നാണ് അവൾ കഴിച്ചത്. അതെന്തോ ദേവനും ഇഷ്ടമായി. നിരഞ്ജന് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ഓരോന്നോർക്കും തോറും ഭ്രാന്ത് പിടിക്കും പോലെ. ദേവുവിനെ കുറിച്ച് ചിന്തിക്കും തോറും അവന്റെ ഞരമ്പുകളിലൂടെ ചോര കലിയോടെ കുതിച്ചു. തീർന്നു ശിഖന്യ സുദേവ് നായരുമായുള്ള നിരഞ്ജന്റെ ബന്ധം. പ്രണയം അസ്തമിച്ചു. ഇനി വെറുപ്പാണ്, പരസ്പരമുള്ള ആഴമേറിയ വെറുപ്പ്. ടെൻഷൻ അങ്ങനെ നേരവും കാലവും ഒന്നുമില്ല. ചിലർക്കതെപ്പോൾ വേണമെങ്കിലും വരാം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ ടെൻഷൻ അടിച്ച് BP കൂട്ടുന്നവരാണല്ലോ പലരും. ഞാൻ നേരെ തിരിച്ചാട്ടോ, BP കുറയുകയാ പതിവ്. നേരം വെളുത്തപ്പോൾ മുതൽ ദേവുവിനും ടെൻഷൻ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരു ടെൻഷനും വെപ്രാളവും. എന്നിട്ടും അവൾ തയ്യാറായി ഓഫീസിലേക്ക് പോയി. നിതാരയോട് കാര്യമൊക്കെ പറഞ്ഞ് പതിവില്ലാതെ ഒരു ഉമ്മയും കൊടുത്താണ് അവൾ ടാറ്റ പറഞ്ഞു പോയതും. ഓഫീസിലെത്തുമ്പോൾ പതിവില്ലാതെ നിരഞ്ജൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ചെന്ന് കയറിയപ്പോഴേ കണ്ടത് ശ്രേയയുടെ ഗൗരവം നിറഞ്ഞ മുഖമാണ്. പൊതുവെ അവൾ അങ്ങനെയല്ല, എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണുന്നവളാണ്. കാവ്യയ്ക്ക് ശേഷം അവിടെയുള്ള ദേവുവിന്റെ അടുത്ത കൂട്ട്. ശ്രേയ മുഖം തരാതെ ഫയലുമായി വേഗം നിരഞ്ജന്റെ ക്യാബിനിലേക്ക് പോകുന്നത് കണ്ട് സംശയത്തോടെയാണ് ദേവു സീറ്റിലേക്ക് വന്നിരുന്നത്. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ശ്രേയ അതേ ഗൗരവത്തോടെ അവൾക്കടുത്തേക്ക് വന്നു. ശിഖന്യ, തന്നെ MD വിളിക്കുന്നുണ്ട്. അത് കേട്ടതും ചെറു പുഞ്ചിരിയോടെയാണ് അവൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റത്. അത് കണ്ടപ്പോൾ എന്തോ ശ്രേയയ്ക്കുള്ളിൽ വിഷമം പൊടിഞ്ഞുപോയി. അവൾക്കറിയാമല്ലോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ദേവു പ്രണയം കലർന്ന പുഞ്ചിരിയോടെയാണ് ക്യാബിന്റെ വാതിൽ തുറന്നത്. ഇനി നടക്കുന്നതൊന്നും കാണാൻ വയ്യ എന്ന പോലെ ശ്രേയ പുറത്തു നിന്നതേയുള്ളൂ. എന്നാൽ റിവോൾവിംഗ് ചെയറിലിരുന്ന നിരഞ്ജന്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ദേവുവിന്റെ മുഖം മങ്ങിപ്പോയി. എന്താ ഇത് ഇത്ര ഗൗരവത്തിൽ?
പ്രശ്നം എന്തേലും ഉണ്ടോ? ഹാ, വരണം മിസ് സുകന്യ സുദേവ് വർമ്മ. പതിവില്ലാതെയുള്ള അവന്റെ ചോദ്യവും മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോ അവൾ ആകെ അങ്ങ് പേടിച്ചുപോയി. എന്താ എന്താ നിരഞ്ജൻ? ഒന്നുമില്ല, തന്റെ ഇവിടുത്തെ വിലപ്പെട്ട സേവനത്തിന് തക്കതായ പ്രതിഫലം തരാൻ വിളിച്ചതാണ്. നിരഞ്ജൻ പുച്ഛത്തോടെ പറഞ്ഞിട്ട് മേശവൽപ്പിൽ നിന്നും നിവർന്നൊരു വെള്ളക്കടലാസ് എടുത്തു നീട്ടി. ദേവ് അത് സംശയത്തോടെ അത് വാങ്ങിച്ചു. അതിലൂടെ കണ്ണൊന്നോടിച്ചപ്പോ അവളാകെ വെട്ടി വിയർത്തുപോയി. റെസിഗ്നേഷൻ ലെറ്റർ. ഇതെന്തിനാണ് തനിക്ക് തരുന്നത്? ഇതാണോ ഇവിടുത്തെ സേവനത്തിനുള്ള പ്രതിഫലം? ദേവു ആകെ ആശയക്കുഴപ്പത്തിലായി. എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്കറിയില്ല. എന്തിനേറെ കൺമുന്നിൽ നടക്കുന്നത് വിശ്വസിക്കാൻ പോലും അവൾക്ക് പറ്റുന്നില്ല. ഇതൊക്കെ സത്യമോ അതോ മിഥ്യയോ? നിരഞ്ജൻ, എന്താ ഇത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? കരച്ചിൽ വന്ന തൊണ്ടയിൽ മൂടും പോലെ. ശബ്ദമൊന്നും വെളിയിൽ വരുന്നില്ല. അതുകൂടെ കേട്ടതും നിരഞ്ജൻ പൊട്ടിത്തെറിച്ചു പോയി. വാട്ട് ആർ യു തിങ്കിങ്? നിനക്കെല്ലാവരെയും പറ്റിക്കാമെന്നാണോ? എല്ലാവരും നീ കരുതും പോലെ ഫൂൾസ് ആണെന്നോ? പറയടി. നിരഞ്ജൻ സത്യത്തിൽ അലറുകയായിരുന്നു. അതിങ്ങി ക്യാബിന്റെ വെളിയിൽ നിന്ന് ശ്രേയ പോലും കേട്ടു. ദേവു കരഞ്ഞുപോയി. കവളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. എന്നാൽ അതൊന്ന് തുടയ്ക്കാൻ പോലും അവൾ മറന്ന് മരവിച്ച് നിന്നുപോയി. കമോൺ ശിഖന്യ, പറയ, താൻ എന്തുദ്ദേശത്തിലാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാവരെയും പറ്റിച്ച് ഇവിടെ ഇങ്ങനെ കൂടെ നിന്ന് ചതിച്ചത്? ഞാൻ ലീഗലി മൂവ് ചെയ്താ നീ എത്ര കൊല്ലം അകത്ത് കിടക്കേണ്ടി വരുമെന്നറിയോ നിനക്ക്? ഞാനത് ചെയ്യാത്തത് നിന്നെ എപ്പോഴോ സ്നേഹിച്ചു പോയതുകൊണ്ടാ. നിരഞ്ജന്റെ വാക്കുകളിൽ കോപവും അമർഷവും വിഷവും എല്ലാം പ്രതിഫലിച്ചു നിന്നു. നിനക്കെന്താടി, ഒന്നും പറയാനില്ലേ? ഇവിടെ എല്ലാവരും നിന്നെപ്പറ്റി നല്ലതാണല്ലോ പറയുന്നത്. ബ്രില്യന്റ്, സ്മാർട്ട്, അങ്ങനെ വിശേഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നല്ലോ നിനക്ക്. അപ്പോഴൊന്നും നീ അറിഞ്ഞില്ലല്ലേ ചെയ്ത ചെറ്റത്തരം കണ്ടുപിടിക്കുമെന്ന്? ഇത്തവണ കൈവിട്ടു പോയത് ശിഖന്യക്കാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ എന്താ നിങ്ങളോട് ചെയ്തത്? പറ, ഞാൻ എന്ത് ചതിയാ നിങ്ങളോട് ചെയ്തത്? അതുകൂടെ കേട്ടതും നിരഞ്ജന് കലിയിളകി. വീണ്ടും വീണ്ടും നല്ല പിള്ള ചമയുകയാണോ ഇവൾ? കൂടെ നിന്ന് ചതിച്ചത് ശിഖന്യ തന്നെയാണെന്ന് അവന് ഉറപ്പാണ്. പിന്നെ ഇവൾ വീണ്ടും നാടകം കളിക്കുകയാണോ? നിർത്തടി നിന്റെ പൂങ്കണ്ണീർ, മിണ്ടരുത് നീ ഇവിടെ. നിരഞ്ജൻ ചാടി എഴുന്നേറ്റ് കൈ ചൂണ്ടി അലറി പറഞ്ഞു. ദേവു ഭയത്തോടെ ഏങ്ങലൊതുക്കാൻ പാടുപെട്ടു. അവളുടെ ആ നിൽപ്പുകൂടെ കണ്ട് കലി കയറിയിട്ടാവണം തന്റെ മുന്നിൽ നിന്നിറങ്ങിപ്പോകാൻ അവൻ അലറി. കണ്ണീരോടെ ദേവു ക്യാബിന്റെ പുറത്തേക്ക് പോയി. നിരഞ്ജൻ മുഷ്ടി ചുരുട്ടി ദേഷ്യമടക്കാൻ ശ്രമിച്ചുകൊണ്ട് ചെയറിലേക്കിരുന്നു. എല്ലാവരും ദേവുവിനെ തന്നെ ശ്രദ്ധിച്ചു. അവൾ ആരെയും നോക്കാതെ നേരെ പോയി ടേബിളിൽ നിന്ന് ബാഗുമെടുത്ത് പുറത്തേക്ക് നടന്നു. കാലുകൾക്ക് വല്ലാത്ത വേഗതയുണ്ടായിരുന്നു. ആരെയും അഭിമുഖീകരിക്കാനോ സംസാരിക്കാനോ അവൾ ആ നിമിഷത്തിൽ ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും അമ്പരന്നു പോയി. കമ്പനി തുടങ്ങി 20 വർഷമായി. ഇതുവരെയും ഇങ്ങനെയൊരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടില്ല. മുൻപും ഇവിടെ 1-2 തവണ ഇത്തരത്തിൽ ചതി നടന്നിട്ടുണ്ട്. എന്നിട്ടും അവരോട് പോലും വാസുദേവൻ ഇത്രയും കർക്കശത്തോടെ പെരുമാറിയിട്ടില്ല. ഇതിപ്പോ ശിഖന്യയെ പോലെ ഇത്രയും നല്ലൊരു ഓഫീസറെ ഇത്രയും അപമാനിച്ച് പടിയിറക്കി വിട്ടുവല്ലോ നിരഞ്ജൻ. വൈകുന്നേരം 8 മണിയായിട്ടും ദേവുവിനെ കാണാതെ ടെൻഷൻ അടിച്ചിരിപ്പാണ് താരു. എന്നും 6 മണിയാകുമ്പോഴേക്കെത്തുന്ന പെണ്ണാണ്. ഇതെവിടെ പോയി? ഇന്നിതെവിടെ പോയി? ഇതിനിടയ്ക്ക് 2 തവണ വിളിച്ചു താരു അവളെ. സ്വിച്ച് ഓഫ്. ഒടുക്കം ചെറിയ പരിഭ്രമത്തോടെ ദേവനെ വിളിച്ചു അവൾ. ചെന്നൈയിലെ ആദിയുടെ ഫ്ലാറ്റിലിരുന്ന് അടുത്ത ദിവസത്തെ പ്രോഗ്രാമിന്റെ ചാർട്ട് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ദേവൻ നിതാരയുടെ ഫോൺ കോൾ കണ്ടതും ചെറു പുഞ്ചിരിയോടെ എടുത്തു. ദേവു ഇതുവരെ വന്നില്ല. കുഞ്ഞുകുട്ടികൾ പരാതി പറയുന്ന പോലെ അവൾ പറയുന്നത് കേട്ടതും ആദ്യം ദേവന് ചിരിയാണ് വന്നത്. എന്താടോ അവളെ വിളിച്ചു നോക്കാത്തത് എന്താ? കമ്പനിയിൽ എന്തേലും തിരക്ക് കാണുമെന്നേ? നിസാരം പോലെ പറയുന്നവനോട് നിതാര വീണ്ടും പറഞ്ഞു. ഇല്ല ദേവ്, ഞാൻ വിളിച്ചു, ഫോൺ ഓഫാ. എനിക്കെന്തോ പേടിയാകുന്നു. നിരഞ്ജനെ താനൊന്ന് വിളിച്ചു നോക്കുവോ? അവൾക്ക് നിരഞ്ജന്റെ പേര് പറയാൻ പോലും താല്പര്യമില്ലാത്തവൾ അങ്ങനെ പോലും പറഞ്ഞുപോയി. ദേവൻ പറഞ്ഞു. ശരി, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ദേവൻ 2 തവണ വിളിച്ചിട്ടും നിരഞ്ജൻ ഫോൺ എടുത്തില്ല. അപ്പൊ ദേവനും കൂടെ പരിഭ്രമിച്ചു പോയി. ഒന്നാമത് അവൻ സ്ഥലത്ത് പോലും ഇല്ലല്ലോ. അപ്പോഴാണ് അമ്മയുടെ കോള് വരുന്നത്. ദേവുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാവും. ഇനിയിപ്പോ എന്താ പറയുക? എന്തായാലും അമ്മയെ ടെൻഷൻ അടിപ്പിക്കണ്ട. അവൻ ഫോൺ എടുത്തു.
നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ ദേവാ? നിന്റെ കൂടപ്പിറപ്പല്ലേ അവൾ? അവൾക്ക് എന്തേലും വിഷമമുണ്ടോന്ന് നിനക്കൊന്ന് തിരക്കിക്കൂടെ? അവൾക്കിപ്പോ എന്താ പറ്റിയേ? വന്നപ്പോ തൊട്ട് ഞാൻ ചോദിക്കുന്നതാ, പെണ്ണൊന്നും പറയുന്നില്ലെന്നേ. ഒറ്റ ശ്വാസത്തിൽ ദേവകി പറയുന്നത് കേട്ട് ദേവൻ ശ്വാസം ഒന്ന് വിട്ടു. അവൾ തറവാട്ടിലുണ്ട്. എന്നാലും പെട്ടെന്നെന്താ ആരോടും ഒന്നും പറയാതെ? എന്തേലും പ്രശ്നമുണ്ടായോ? ദേവനാകെ കുഴഞ്ഞുപോയി. എടാ ദേവാ, നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ദേവകിയമ്മയുടെ സ്വരം പിന്നെയും കേട്ടപ്പോഴാണ് ദേവൻ ചിന്തയിൽ നിന്നുണർന്നത്. അമ്മ, ഞാൻ അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല. അവളുടെ ഫോൺ എന്തേ? എനിക്കറിയില്ല. വന്ന ഉടനെ അച്ഛന്റെ പഴയ മുറിയിൽ കയറി ഒരേ ഇരിപ്പാ. തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഞാൻ വിളിക്കാം അമ്മ, 5 മിനിറ്റ്. ദേവൻ ഫോൺ കട്ട് ചെയ്ത് താരുവിനെ വേഗം വിളിച്ചു. എടോ, അവിടെ എന്തേലും പ്രശ്നമുണ്ടോ? ദേവു തറവാട്ടിൽ ചെന്നുവെന്ന് അമ്മ വിളിച്ചു ഇപ്പോ. ദേവൻ പറഞ്ഞത് കേട്ട് താരു തറഞ്ഞു നിന്നുപോയി. പോയോ? തന്നോട് പറയാതെയോ? എനിക്കറിയില്ല ദേവ്. താരു കരഞ്ഞുപോയി. അതോടെ കേട്ടതും ദേവനും ആകെ വിഷമത്തിലായി. എടോ, താൻ കരയല്ലേ? നിരഞ്ജൻ കോൾ എടുത്തില്ല. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമാവും. താൻ വിഷമിക്കണ്ട. ഞാൻ പെട്ടെന്ന് വരാവേ. അങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചാണ് ദേവൻ ഫോൺ വെച്ചത്. എന്നിട്ടും താരു ഏങ്ങി കരഞ്ഞിരുന്നു, കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുഞ്ഞു കുട്ടിയെ പോലെ. ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും എന്താണ് തനിക്കും നിരഞ്ജനുമിടയിൽ സംഭവിച്ചതെന്നറിയാതെ ദേവു ഉരുകിപ്പോയി. എന്നാ തിരിച്ചറിഞ്ഞ സത്യങ്ങളൊക്കെ സത്യമാണോ എന്നറിയാതെ നിരഞ്ജൻ ഉരുക്ക് പോലെ ഉറച്ചുപോയി. നിരഞ്ജൻ, വാതിൽ തുറക്ക് നിരഞ്ജൻ. തുടർച്ചയായുള്ള വാതിലിലെ മുട്ടിനൊപ്പം വാസുദേവന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കൂടി കേട്ടപ്പോ നിരഞ്ജൻ കട്ടിൽ നിന്ന് മടിയോടെ എഴുന്നേറ്റെന്ന് വാതിൽ തുറന്നു. ഓഫീസിൽ നിന്ന് വന്ന പാടെ കിടന്നതാണ്. അവനെന്തോ ഒരു വല്ലായ്മ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ദിവസമാണല്ലോ ഇന്ന്. കഴിയുന്നില്ല. അവൾ അങ്ങനെ തന്നെ ചതിച്ചു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. ഇതിനിടയ്ക്ക് 2 തവണ ദേവന്റെ കോള് വന്നു. അവളുടെ ഭാഗം ന്യായീകരിക്കാനാകും, ചെയ്ത കുറ്റം ഇല്ലയെന്ന് സ്ഥാപിക്കാനോ ആകും. അവൻ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഒടുക്കം കർക്കശത്തോടെയുള്ള വാസുദേവന്റെ വിളിയിൽ അവൻ വാതിൽ തുറന്നു. നിരഞ്ജൻ, എന്താ ഇത്? നീ എന്തേ കാണിച്ചേ? എന്തിന്റെ അടിസ്ഥാനത്തിലാ നീ ശിഖന്യെ പിരിച്ചുവിട്ടത്? ഹേ? വാസുദേവൻ അടിമുടി ദേഷ്യത്തിലാണ്. അയാൾക്ക് പിറകിൽ ദേവയാനിയും നിൽപ്പുണ്ട്. നിരഞ്ജൻ ഇന്നോളം അച്ഛനെ അത്രയും ദേഷ്യത്തിൽ കണ്ടിട്ടില്ലാത്തതിന്റെ അമ്പരപ്പിൽ കുഴങ്ങിപ്പോയി. അച്ഛാ, അത് അവൾ ചെയ്ത കാര്യം അച്ഛൻ അറിയാഞ്ഞിട്ടാ. നിരഞ്ജനെ കമ്പനി ഏൽപ്പിച്ച ശേഷം വാസുദേവൻ കമ്പനി കാര്യങ്ങളിൽ ഇടപെടാറേയില്ല. 6 മാസങ്ങൾ കൊണ്ടവൻ നല്ല രീതിയിലാണ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഉണ്ടായ 50 കോടിയുടെ 4 പ്രോജക്റ്റിന്റെ കാര്യം അവൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ല. ആ പ്രോജക്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണല്ലോ ശിഖന്യ ഒറ്റിക്കൊടുത്തത്. എന്ത് ചെയ്തു? അവൾ എന്താ ചെയ്തത്? വാസുദേവന്റെ കനമുള്ള ചോദ്യത്തിൽ അവനൊന്ന് പതറി. എന്നിട്ടും അവൻ പറഞ്ഞു, അച്ഛാ, നമ്മൾ കരുതിയ പോലെ ഒരാളല്ല ശിഖന്യ. നമ്മുടെ കൂടെ നിന്ന് എത്ര കോടി രൂപയാണ് അവൾ നഷ്ടം വരുത്തിയെന്ന് അറിയോ? കൂടെ നിന്ന് ചതിക്കുമായിരുന്നവൾ. നിരഞ്ജന്റെ കടപ്പൽ അമർന്നുപോയി. ദേഷ്യം അങ്ങനെ ഇരച്ച് കയറുകയാണ്. ഇല്ല നിരഞ്ജൻ, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനതൊന്നും വിശ്വസിക്കില്ല. ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാകും, പക്ഷെ ബിസിനസ്സിൽ വിജയിച്ച ആളാണ്. നീ ജീവിതത്തിൽ എല്ലാവരെയും മനസ്സിലാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടാകും, പക്ഷെ ബിസിനസ്സിൽ തോറ്റുപോയി മോനെ. അത്രമാത്രം പറഞ്ഞ് ആ അച്ഛൻ പടികളിറങ്ങി പോകുന്നത് അവൻ വേദനയോടെ നോക്കി നിന്നു. എങ്ങനെയാണ് അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക? അവളുടെ ചതി അതെങ്ങനെയാണ് വിശ്വസിപ്പിക്കുക? ദേവയാനി സഹതാപത്തോടെ അവനെ ഒന്ന് നോക്കിയിട്ട് വസുദേവന് പിന്നാലെ പോയി. പിറ്റേന്ന് നേരം പുലർന്നു. സൂര്യൻ ഉദിച്ചു. സൂര്യൻ നെറുകയിലായി. ഉച്ചയായി. നിതാര ഒരേ കിടപ്പാണ്. കരഞ്ഞ് മിഴികളൊക്കെ ചുവന്ന് വീങ്ങിയിട്ടുണ്ട്. ഒന്ന് എഴുന്നേൽക്കുകയോ ഒരു തുള്ളി വെള്ളം കുടിക്കുകയോ ചെയ്തില്ലവൾ. ജീവിതത്തിൽ ഇത്രയും അവൾ ഇന്ന് വരെ കരഞ്ഞിട്ടുണ്ടാവില്ല. ഹൃദയം മുറിഞ്ഞു പോകുന്ന വേദന. എല്ലാം ആയിരുന്നവൾ ഒരു വാക്കുപോലും മിണ്ടാതെ പറയാതെ പടി കടന്നു പോയതിലുള്ള വിഷമം. ഉച്ച കഴിഞ്ഞതും ദേവൻ വന്നു. അവിടുത്തെ തിരക്കുകളെല്ലാം വരുണിനെയും നന്ദനെയും ഏൽപ്പിച്ച് ഓടിപ്പാഞ്ഞു വന്നതാണവൻ. എടോ, താൻ ഇങ്ങനെ കരയില്ലേ? ദേവുവിന് എന്തേലും അത്യാവശ്യമായി കാണും, അതാ അവള് പോയേ. നിതാരയുടെ ഏങ്ങലടി കേട്ട് ദേവൻ നിസ്സഹായതയോടെ പറഞ്ഞു. എന്നിട്ടും അവൾ കരച്ചിൽ നിർത്തിയില്ല. താനൊരു കാര്യം ചെയ്, റെഡിയാവ്, നമുക്ക് തറവാട്ടിലേക്ക് പോകാം. ദേവൻ പറയുന്നത് കേട്ട് നിതാര അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ടൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. 5 മിനിറ്റിനകം വേഷമൊക്കെ മാറി അവൾ പുറത്തേക്ക് വന്നു. നമുക്ക് ഇറങ്ങിയാലോ?
ദേവൻ ചോദിക്കുന്ന കേട്ട് അവൾ തല വിലങ്ങനെ ചലിപ്പിച്ചു. ഞാൻ വരുന്നില്ല ദേവ്. ദേവൻ സംശയത്തോടെ അവളെ ഒന്ന് നോക്കി. എന്നോടൊരു വാക്ക് പറയാതെ പോയതല്ലേ? പോട്ടെ, ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. ദേവൻ എന്തേലും പറയും മുൻപ് താരു കാറിന്റെ കീയും എടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയിരുന്നു. എന്നിട്ടും ദേവുവിന് എന്താണ് സംഭവിച്ചെന്ന് അവന് മനസ്സിലായില്ല. അതറിയണമെങ്കിൽ ദേവു തന്നെ പറയണമല്ലോ അവനോട്. ദേവുവിനെ കാണാനായി ദേവൻ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. 2 ദിവസം മുൻപ് ദേവുവിന് നല്ല തലവേദനയായി നിരഞ്ജൻ അവളെ നേരത്തെ ഫ്ലാറ്റിലേക്ക് പറഞ്ഞുവിട്ട ദിവസം. അവരൊന്നിച്ചുണ്ടായിരുന്ന അവസാന നിമിഷം. അവൾ ചെയ്തു തീർക്കേണ്ട വർക്ക് ചെയ്തു കഴിഞ്ഞ് മെയിൽ ചെക്ക് ചെയ്യുവാനായി ദേവുവിന്റെ സിസ്റ്റം എടുത്തപ്പോഴാണ് അവൻ അത് കണ്ടത്. ഇത്ര നാളും കൂടെ നിന്ന് ചതിച്ചു അവൾ. N&N കമ്പനീസിന്റെ മെയിലിലേക്ക് ദേവുവിന്റെ മെയിൽ ഐ ഡിയിൽ നിന്നും പോയിരിക്കുന്ന നഷ്ടപ്പെട്ട 4 പ്രോജക്റ്റുകളുടെയും ഡീറ്റെയിൽസ് കാണാൻ അവന്റെ നെഞ്ചടിപ്പ് നിന്നുപോയി. ദേവു ചതിച്ചു. രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൻ ദേഷ്യത്തിൽ ഉറഞ്ഞു തുള്ളിപ്പോയി. ചെക്ക് ചെയ്ത മുഴുവൻ സ്റ്റാഫുകളുടെ സിസ്റ്റത്തിൽ ദേവുവിൻ്റേത് കൂട്ടിയില്ല. അവളെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. എന്നിട്ടും അവൾ ചതിച്ചു. അന്ന് അവളെ വിശ്വസിക്കാതെ അവളുടെ സിസ്റ്റമോ മെയിൽ ഐ ഡിയോ പരിശോധിച്ചിരുന്നുവെങ്കിൽ എന്നെ അവൾ പിടിക്കപ്പെട്ടേനെ. അവളുമായുള്ള 6 മാസത്തെ പരിചയവും 3 മാസത്തെ പ്രണയബന്ധവും അവൻ മറന്നു. അവളിപ്പോ വഞ്ചകിയായി, കൂടെ നിന്ന് ചതിച്ച ദുഷ്ടയായ സ്ത്രീ. ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്ക് എത്തും വരെയും അവൾ കരഞ്ഞില്ല. അണപൊട്ടി സങ്കടമൊക്കെ ഇങ്ങനെ പിടിച്ചടക്കി വച്ചിരിക്കുകയായിരുന്നു. തറവാട്ടിലെത്തി അവളെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ദേവകിയമ്മ അമ്പരന്നു പോയി. എന്താ മോളെ, ഒരു മുന്നറിയിപ്പുമില്ലാതെ ഓടിപ്പാഞ്ഞു വന്നത്? നിന്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ വാടിത്തളർന്നിരിക്കുന്നത്? നീ കരഞ്ഞോ? അങ്ങനെ അവർ ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ ദേവു മിണ്ടാതെ പോയി സുദേവന്റെ പഴയ ആ ഓഫീസ് മുറി പോലെ തോന്നിക്കുന്ന മുറിയിൽ കയറി വാതിലടച്ചു. അന്നോളം അവളെ അങ്ങനെ ആരും കണ്ടിട്ടില്ല. എന്തെങ്കിലും വിഷമം വന്ന ദേവന്റെ മടിയിൽ വീണൊന്ന് കരയുക മാത്രമാണ് പതിവ്. അതും വല്ലപ്പോഴും. അങ്ങനെ അവൾക്ക് വിഷമം വരാറില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ മകൾ തറവാട്ടിലെത്തിയെങ്കിൽ പിറ്റേ ദിവസം വൈകിട്ടോടെ ദേവനും വന്നു തറവാട്ടിലേക്ക്. അമ്മയ്ക്കോ മറ്റു ബന്ധുക്കൾക്കോ കൊടുക്കാൻ നല്ലൊരു മറുപടി അവന്റെ കയ്യിലുമില്ലായിരുന്നു. തൽക്കാലം അവനും മൗനം പാലിച്ചു. തലേ ദിവസം മുതൽ എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും ദേവു വാതിൽ തുറന്നില്ല. പക്ഷേ ദേവന്റെ ഒരൊറ്റ ശബ്ദം കേട്ടതും അവൾ വാതിൽ തുറന്നവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അതുവരെ പിടിച്ചു വെച്ച സങ്കടം അത്രയും ഉറക്കെ കരഞ്ഞു തീർത്തവൾ. അവൻ പതിയെ ദേവുവിനെ ചേർത്ത് പിടിച്ചവിടെ കിടന്നിരുന്ന കസേരയിലേക്ക് ഇരുത്തിയിട്ട് വാതിൽ അടച്ചു ബോൾട്ടിട്ടു. എന്നിട്ട് അവൾക്ക് അടുത്തേക്ക് ചെന്നിരുന്നു. എന്താ ദേവു, എന്താ ഉണ്ടായേ? നീ കരച്ചിൽ നിർത്തിയിട്ട് കാര്യം പറഞ്ഞേ. ശാന്തമായി എന്ന ഗൗരവത്തിൽ അവൻ ചോദിച്ചു. ദേവു ചുവന്ന് കലങ്ങിയ കണ്ണമർത്തി തുടച്ച് അവനോട് പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നപ്പോൾ ദേവൻ അവളെ മനസ്സിലാകാതെ നോക്കി. ഇത്രയും ചൂടാവാനും അപമാനിച്ചിറക്കി വിടാനും മാത്രം എന്തുണ്ടായി? കഴിഞ്ഞ രാത്രി നിരഞ്ജനെ വിളിച്ചപ്പോൾ എടുക്കാത്തതിന്റെ കാരണം അവന് ബോധ്യമായി. ദേവു ഒരിക്കലും തെറ്റേയില്ല. നിരഞ്ജൻ എന്തോ തെറ്റിദ്ധാരണയാണെന്ന് അവന് മനസ്സിലായി. പക്ഷെ അതിനവളെ ഇങ്ങനെ അപമാനിക്കരുതായിരുന്നു. ദേവു, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും അത് ചിന്തിച്ചിരുന്ന് കരയരുത്. നീ ഇനി അങ്ങോട്ട് പോകുന്നില്ല. 1.5 വർഷത്തിന്റെ പരിചയമല്ലേ ഉള്ളൂ നമുക്കവരുമായി. നമ്മൾ അവരെ കണ്ടിട്ടേയില്ല, അത്രയുള്ളൂ. അവളെ ചേർത്ത് പിടിച്ചവൻ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞത് കേട്ടവൾ അറിയാതെ നടുങ്ങിപ്പോയി. അത്രയുള്ളോ? സ്വയം അവളങ്ങനെ ചോദിച്ചു പോയി. ഇന്നീ ലോകത്ത് മറ്റെന്തിനേക്കാളും വലുത് അവനാണ്, അവനോടുള്ള പ്രണയമാണ്. അമ്മ, അവൾ ഇനി ഓഫീസിൽ പോകുന്നില്ല. ഇവിടെ എന്തെങ്കിലും ജോലി നോക്കും. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ കയറിക്കോട്ടെ. അവിടെ എന്താ പ്രശ്നമെന്ന് അവളോടൊന്നും ചോദിക്കണ്ട. നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥത എപ്പോഴും തിരികെ കെട്ടണമെന്നില്ല. ദേവൻ മുറിക്ക് പുറത്തിറങ്ങി ദേവകിയോടും മറ്റുള്ളവരോടും പറഞ്ഞു. അവർക്കും വിഷമമായിരുന്നു അവളുടെ ആ അവസ്ഥയിൽ. ഇടയ്ക്കെപ്പോഴോ നിതാരയെ ദേവൻ വിളിച്ചു. ദേവു ഈ സങ്കടത്തിൽ നിന്ന് അവളെ മറന്നു പോകുമെന്ന് അവൻ അറിയാമായിരുന്നു. നിതാര, താൻ വിഷമിക്കരുത്. ഓഫീസിൽ എന്തോ പ്രശ്നം. അവളിനെ അങ്ങോട്ട് വരുന്നില്ല. ദേവൻ പറയുന്നത് നിർജീവമായി കേട്ടിരിക്കാൻ മാത്രമേ നിതാരയ്ക്ക് കഴിഞ്ഞുള്ളൂ. ജീവിതത്തിൽ ആകെയുണ്ടായിരുന്ന കൂട്ടും പോയി. ഇനി ആരുമില്ല തനിക്ക്. കരഞ്ഞു തളർന്നപ്പോൾ എപ്പോഴോ നിതാരയും തീരുമാനിച്ചു ഇനി കരയില്ലെന്ന്. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. ആരില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം എന്നൊക്കെ അവൾ വാശിയോടെ പറഞ്ഞുപോയി. ഒരാഴ്ച കഴിഞ്ഞുപോയി. നിരഞ്ജനൊരു വശത്ത്, ദേവു മറുവശത്ത്. കടിച്ചാൽ പൊട്ടാത്ത സങ്കടം ഉള്ളിലുണ്ടെങ്കിലും 2 പേരും അതൊന്നും പുറത്ത് കാണിച്ചില്ല.
ഒരാഴ്ച കൂടി കഴിഞ്ഞ് നാട്ടിലെ തന്നെ മണിമയൂരം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അവൾ ജോലിക്ക് കയറും. നിരഞ്ജനെ വീണ്ടും ഒരിക്കൽ കൂടി കാണണമെന്നും സംസാരിക്കണമെന്നും ദേവുവിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവളതിന് ശ്രമിച്ചില്ല. തന്നെ കാണണമെന്നോ സംസാരിക്കണമെന്നോ നിരഞ്ജനില്ലല്ലോ. ഇത്രയുള്ളോ നിരഞ്ജന് തന്നോടുള്ള സ്നേഹം? 3 മാസം കൊണ്ട് എത്രയോ സ്നേഹിച്ചതാണ്. വാക്കുകൾ കൊണ്ട് എത്രയോ മനോഹര താഴ്വാരങ്ങൾ പണിതതാണ്. നിരഞ്ജന്റെ അവസ്ഥയും മറിച്ചല്ല. ഉള്ളിൽ അങ്ങനെ നൊമ്പരം നുരഞ്ഞു പൊങ്ങി. അവനൊന്ന് ഉറങ്ങാൻ പോലും സാധിക്കാറില്ല. പക്ഷേ സത്യാവസ്ഥ അന്വേഷിക്കാതെ അവൾ ചതിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴും അവന്റെ പക്ഷം. ഓഫീസിൽ പലരും ശിഖന്യയ്ക്ക് എന്താണ് പറ്റിയതെന്ന് പരസ്പരം തിരക്കുന്നുണ്ടായിരുന്നു. നിരഞ്ജനോട് അതൊന്ന് തുറന്നു ചോദിക്കാൻ അവിടെ ആർക്കും ധൈര്യമുണ്ടായില്ല. പിന്നെ കാര്യങ്ങൾ അറിയാവുന്നത് ശ്രേയയ്ക്ക് മാത്രമാണ്. അവളൊന്നും ആരോടും പറഞ്ഞതുമില്ല. അങ്ങനെ ആരും ശിഖന്യയ്ക്ക് പറ്റിയത് അറിയണ്ട. അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ശ്രേയ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിരഞ്ജന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. എപ്പോഴും ദേഷ്യം മാത്രമാണ് അവന്, എല്ലാവരോടും, എന്തിനോടും. സർ, മേ ഐ? ഡോർ നോക്ക് ചെയ്യുന്ന ശ്രേയയുടെ ശബ്ദം കേട്ട് വെറുതെ ഒരു ഫയലിലേക്ക് മുഖം താഴ്ത്തിയിരുന്ന നിരഞ്ജൻ തല ഉയർത്തി നോക്കി. അകത്തേക്ക് കയറി വരുവാൻ അവൻ അവളോട് കണ്ണു കാണിച്ചു. എന്താ ശ്രേയ, മീറ്റിങ്ങിന് സമയമായില്ലല്ലോ? അവളൊന്ന് പതറിയെങ്കിലും പതിയെ പറഞ്ഞു. സർ, എനിക്കൊരു കാര്യം പറയണം. സർ കേൾക്കാവോ? നിരഞ്ജൻ സംശയത്തോടെ അവളെയൊന്ന് നോക്കി. ഇത്രയും കാര്യമായിട്ട് ശ്രേയയ്ക്ക് എന്താണ് പറയാനുള്ളത്? സർ, എനിക്ക് പറയാനുള്ളത് ശിഖന്യയുടെ കാര്യമാണ്. വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ നിരഞ്ജന്റെ മുറുകിയിരുന്ന മുഖം ഒന്നുകൂടി വലിഞ്ഞു മുറുകി. എങ്കിലും അവനൊന്നും പറഞ്ഞില്ല. അത് കണ്ടതും ശ്രേയ ധൈര്യത്തോടെ വീണ്ടും പറഞ്ഞു. സർ, ഞാൻ ശിഖന്യയുടെ സിസ്റ്റം ചെക്ക് ചെയ്തു. അതിൽ ആ 4 മെയിലുകൾ സെൻഡ് ചെയ്ത ദിവസം ശിഖന്യ ലീവാണ്. 1ാമത്തെ മെയിൽ അയച്ച ദിവസം രാവിലെ ശിഖന്യ വന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. സർ ഓർക്കുന്നുണ്ടോ? അന്ന് അവളെ വിളിച്ചുകൊണ്ടുപോയത് സാറാണ്. ശ്രേയ പറഞ്ഞത് നിരഞ്ജനൊന്ന് ആലോചിച്ചു നോക്കി. ശരിയാണ്. നിതാര സുഖമില്ലാതെ വിദ്രുതിയുടെ ആശുപത്രിയിൽ പോയിരുന്ന ദിവസം താൻ തന്നെയാണ് ദേവുവിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ബാക്കിയുള്ള 3 മെയിൽ അയച്ചിട്ടുള്ള ദിവസങ്ങളിലും ശിഖന്യ ഈ ഓഫീസിലില്ല. അവൾ 3 മാസത്തെ ലീവിലായിരുന്നു. മാത്രമല്ല, ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ 2 മെയിലുകൾ പോയിരിക്കുന്നത് സൺഡേ ആണ്. അതിനർത്ഥം ഇവിടെ അത്രയും സ്വാതന്ത്ര്യമുള്ള ശിഖന്യ പിടിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരാളാവില്ലേ സർ? നിരഞ്ജൻ വാസ്തവത്തിൽ അപ്പോഴാണ് ചിന്തിച്ചത്, വേറെ ഒരാൾ അവളെ ചതിച്ചതായിക്കൂടെ? താനെന്താണ് അങ്ങനെ ചിന്തിക്കാതിരുന്നത്? അവളുടെ സിസ്റ്റത്തിൽ അത് കണ്ടപ്പോഴേ അവളാകുമെന്നുറപ്പിച്ചു. അതുവരെയുള്ള അവളുടെ എഫേർട്ട് പോലും ചിന്തിച്ചില്ല. തെറ്റുപറ്റിപ്പോയി. ശിഖന്യ അല്ലെങ്കിൽ പിന്നെ ആര്? നിരഞ്ജൻ അതുകൂടി ചിന്തിക്കാതിരുന്നില്ല. ശ്രേയയോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ടവൻ വേഗം ഫോണെടുത്ത് ദേവുവിനെ വിളിച്ചു. അവൾ നിരപരാധിയാണോ എന്ന തോന്നലിൽ അവളോട് പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ അവൻ മറന്നിരുന്നു. 2-3 ബെല്ലോടെ കോളെടുത്തു. പക്ഷെ അപ്പുറത്തുനിന്നും മുഴങ്ങിയത് ദേവന്റെ ശബ്ദമാണ്. എന്താ സർ? അവന്റെ അപരിചിതത്വം കലർന്ന സ്വരത്തിൽ സർ വിളി കേട്ടതും നിരഞ്ജൻ വല്ലാതെയായി. എടോ ദേവ, ദേവു എവിടെ? എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. നിരഞ്ജൻ പതർച്ചയോടെ അത്രയും പറഞ്ഞു. സോറി, ദേവ് നിങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫ് അല്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് അവളോട് സംസാരിക്കുക സാധ്യമല്ല. അവൾക്കതിന് താല്പര്യമില്ല. നിങ്ങളിനി വിളിക്കണമെന്നില്ല. ദേവൻ അറുത്തു മുറിച്ച് പറയുന്നത് കേട്ട നിരഞ്ജൻ നിരാശയോടെ ഫോൺ കട്ട് ചെയ്തു. തെറ്റ് തൻ്റെ ഭാഗത്താണെന്ന പൂർണ്ണബോധം അവനുണ്ടായിരുന്നു. സത്യാവസ്ഥ ഒന്ന് അന്വേഷിക്കണമായിരുന്നു. അല്ലെങ്കിൽ അവളോടൊന്ന് സംസാരിക്കെങ്കിലും ചെയ്യണമായിരുന്നു. ഇനി എന്തു ചെയ്യുമെന്ന പോലെ നിരഞ്ജൻ നെറ്റിയൊഴിഞ്ഞു. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ വാസുദേവൻ ഹാളിലിരിപ്പുണ്ട്. നിരഞ്ജനെ കണ്ടിട്ടും അയാൾ കണ്ട ഭാവം കാണിച്ചില്ല. ഇപ്പോഴങ്ങനെയാണ്. നിരഞ്ജനോടൊന്നും ചോദിക്കുകയോ മിണ്ടുകയോ ഇല്ല അയാൾ. അമ്മ, എനിക്കൊരു ചായ തരാവോ? നല്ല തലവേദന. നിരഞ്ജൻ കൈകൊണ്ട് നെറ്റിയൊന്നൊഴിഞ്ഞു. എന്തു പറ്റി മോനെ? പെട്ടെന്നൊരു തലവേദന? പനിയുണ്ടോ? അവർ സ്നേഹത്തോടെ അവന്റെ കഴുത്തിലും നെറ്റിയിലുമൊക്കെ ഒന്ന് തൊട്ടുനോക്കി. നീ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ദേവയാനി അടുക്കളയിലേക്ക് പോയി. നിതാര ഒരാഴ്ചയായിട്ടും മുറിയിൽ തന്നെയാണ്. ആരോടും ഒന്നും മിണ്ടാറില്ല. നേരത്തെ ഭക്ഷണം ദേവയാനി മുറിയിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നല്ലാതെ അവൾക്ക് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് നിരഞ്ജൻ നിതാരയുടെ മുറിയിലേക്ക് പോയി. 2 തവണ മുട്ടിയിട്ടും തുറക്കാത്തത് കണ്ട് അവൻ ഹാൻഡിലൊന്ന് തിരിച്ചു നോക്കി. വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച. ശിഖന്യ, താനൊന്ന് വരാവോ? നിതാര മാം സൂയിസൈഡ് ശ്രമിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ശ്രേയയുടെ കോൾ വന്ന പാടെ ശരീരം തളരും പോലെ തോന്നി ദേവുവിന്. താരു. തുടരും.